നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കുംഭമാസത്തിലെ ഉള്ള ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഗുണകരമാകുന്നു. അവർക്ക് സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ സർക്കാർ ജോലിക്ക് നിയമനം കാത്ത് ഇരിക്കുന്നവർക്ക് മറ്റുള്ള എല്ലാ ടെസ്റ്റുകളും പൂർത്തിയാക്കി ഇൻ്റർവ്യൂ പൂർത്തിയാക്കി നിയമനം പ്രതീക്ഷിക്കുന്ന കുറച്ച് പേർക്ക് ഈ മാസം ജോലി കിട്ടേണ്ട സാധ്യതയുണ്ട്. അതുപോലെ ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാണ്. ഏത് ബിസിനസ് ചെയ്യുന്ന പൂരുട്ടാതി നക്ഷത്രക്കാർക്കും തീർച്ചയായിട്ടും ഈ മാസം ലാഭം അവർക്ക് ലഭിക്കാം. സ്വന്തമായി ബാങ്കർ ബിസിനസ് നടത്തുന്നവർക്ക് ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. നടനം അഭിനയം ഉപജീവനമാക്കിയവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാണ്. അതുപോലെ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർക്കും കാർഷിക മേഖലയിലായിരുന്നാലും ഫാക്ടറി കമ്പനി മുതലായ വ്യവസായങ്ങൾ നടക്കുന്നതിനായിരുന്നാലും അവർക്കെല്ലാം വളരെ ഗുണപ്പെട്ടൊരു സമയമാണ്. അധ്യാപകർക്കും ഗുണപ്പെട്ടൊരു സമയമാണ്. ശില്പകല ഉപജീവനമാക്കിയവർക്കും വളരെ ഗുണങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ അത് കൈത്തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ്. രാഷ്ട്രീയം ഉപജീവനമാക്കിയവർക്ക് അല്ലെങ്കിൽ രാഷ്ട്ര സേവനം നടത്തുന്നവർക്ക് വളരെ രീതിയിലുള്ള ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നു. നീതിന്യായ വകുപ്പുകളിൽ ജോലി നോക്കുന്നവർക്ക് ഏറെ ഗുണകരമായ സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ ജോലിക്കയറ്റമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. ഓഡിറ്റർ തസ്തികയിൽ ജോലി നോക്കുന്നവർക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഹോട്ടൽ വ്യവസായികൾക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും അത് വിതരണം ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. പ്രിൻറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കമ്പനി നടത്തുന്നവർക്കും അത് ഏത് ടൈപ്പ് പ്രിൻറ്റിംഗ് ആയിരുന്നാലും അത് നടത്തുന്നവർക്കും അതിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. കാരണം ധാരാളം വർക്കുകൾ കിട്ടുന്ന ഒരു സമയം വരുന്നു. ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതായത് ടൂറിസത്തിൻ്റെ ഏത് മേഖലയിൽ ജോലിക്കാർക്കായിരുന്നാലും അത് നടത്തുന്നവർക്കായിരുന്നാലും അതെല്ലാം ടൂർ ഓപ്പറേറ്റർമാർക്കെല്ലാം നല്ല ഗുണങ്ങൾ കിട്ടുന്നൊരു സമയമാണ്. അതുപോലെ അലോപ്പതി ഡോക്ടർമാരായിരുന്നാലും മറ്റു ആയുർവേദ ഡോക്ടർ ഹോമിയോപ്പതി അതുപോലെ മറ്റു നാട്ടുവൈദ്യന്മാരായിരുന്നാലും അവർക്കെല്ലാം ഈ മാസങ്ങൾ വളരെ ഗുണകരമാണ്. ധനസമൃദ്ധിയും മറ്റു പല ഗുണങ്ങളും അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് മോശമായ ഫലങ്ങളെക്കുറിച്ചാണ്. സൽക്കർമ്മങ്ങൾ ഫലിക്കാതിരിക്കാം. നിങ്ങൾ എന്ത് നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിനൊന്നും ഫലം കിട്ടാണ്ട് വരാം. മക്കൾക്ക് അസുഖം വരാനുള്ള സാധ്യത കാണുന്നു. ശത്രുശല്യവും കൂടാം. ചില രോഗങ്ങൾ ശല്യം ചെയ്യാം. ഉറ്റ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ദുഃഖം വരേണ്ട സാധ്യത കാണുന്നു. പുത്രനെ പിരിയേണ്ടതായിട്ട് വരാം. കാരണം പുത്രൻ ഉപരിപഠനാർത്ഥം ദൂരെ എവിടെയെങ്കിലും ചെന്ന് പഠിക്കുകയോ ജോലി തേടി പോവുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. അശ്രദ്ധ മൂലം ധനനാശം വരാം, സൂക്ഷിക്കുക. രക്തസംബന്ധമായ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. മനോവിഷമം വരാനും സാധ്യതയുണ്ട്. ഭക്ഷ്യ വിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കണം. അകാരണമായ ഭയം വന്നേക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം വരാം. അന്യരാൾ ചതിക്കപ്പെടാം, ശ്രദ്ധിക്കുക. ഞാനിവിടെ ഇതിങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് ശ്രീ ഗണേശ്വര ഭഗവാനെയോ ശ്രീ ഭദ്രകാളി ദേവിയെയോ വീരഭദ്രസ്വാമിയെയോ കാലഭൈരവ സ്വാമിയെയോ ഒക്കെ നിങ്ങൾക്ക് ശരണം പ്രാപിക്കാവുന്നതാണ്. ഭഗവാന്മാരെല്ലാം ശത്രുദോഷം മാറ്റി നിങ്ങളുടെ കഷ്ടകാലം മാറ്റിത്തരുന്നതാണ്. ഇനി ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ ഭഗവാൻ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ അല്ലെങ്കിൽ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറുന്നതിന് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.